الذي علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സഹോദരങ്ങൾ, സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ആനന്ദാഹ്ലാദങ്ങൾ അലയടിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങൾക്കും ഹൃദയംഗമമായ ഈദാശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. മഹത്തായ ജീവിതസ്പർശിയായ നിരവധി സന്ദേശങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ മുമ്പ് ലോകത്തിൻ്റെ മുമ്പിൽ കഴിഞ്ഞുപോയ മഹത്തായ ഒരു ചരിത്രം അയവിറക്കപ്പെടുന്ന ഒരു സുദിനമാണിത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷമായി അള്ളാഹു അനുവദിച്ചത് 2 ദിനങ്ങളാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണമായ ഈദുൽ ഫിത്റും പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ത്യാഗസ്മരണകൾ അയവിറക്കപ്പെടുന്ന മഹത്തായ ഈദുൽ അദ്ഹായും. ഈ സന്ദർഭത്തിൽ ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി തീർന്ന, ഒരു ചരിത്രമായി തീർന്ന, ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും എന്നും വെളിച്ചമായി തീർന്ന മഹത്തായ ഒരു ചരിത്രമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റേത്. ഒരു വ്യക്തിയുടെ പ്രത്യേകത ബാധ്യതകളിലാണ് അയാളുടെ ജീവിതം എന്നതാണ്. ആ ബാധ്യതകൾ മുഴുവൻ നിറവേറ്റുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയമുള്ളത്. ഒരു സൃഷ്ടി എന്ന നിലക്ക് സൃഷ്ടാവിനോട് ബാധ്യതയുണ്ട്, കുടുംബനാഥൻ എന്നുള്ള നിലക്ക് കുടുംബത്തോട് ബാധ്യതയുണ്ട്, സമൂഹത്തിൽ ഒരംഗം എന്നുള്ള നിലക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകൾ മുഴുവൻ നിറവേറ്റുന്നതിൽ വിജയിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയമുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഒരു സർട്ടിഫിക്കറ്റ്, അംഗീകാരത്തിൻ്റെ സാക്ഷ്യപത്രം വ ഇബ്രാഹിം അല്ലദീ വഫ, സമ്പൂർണമായി കടമകൾ നിറവേറ്റിയവനായ ഇബ്രാഹിം എന്നതാണ്. വലിയ ഒരാശയം അതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കും ഈ പെരുന്നാൾ നൽകേണ്ടുന്ന പ്രധാനമായ സന്ദേശം അതാകണം. എല്ലാ ബാധ്യതകളും സമ്പൂർണമായി നിറവേറ്റുക എന്നത്. രണ്ടാമത്തേത്, ഒരു വ്യക്തി ഒരു സമുദായമായി മാറുക. അത് ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിച്ചതാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ എന്നാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മഹത്വം. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു എന്ന്. ഒരു സമുദായമാകത്തക്ക വിധത്തിൽ ഒരു വ്യക്തി മാറണമെങ്കിൽ എത്ര ഉന്നതമായ തലത്തിലേക്ക് അയാൾ എത്തണം. വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത്, ബാധ്യതകളുടെ രംഗത്ത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറുക. അതിൻ്റെ കാരണം അല്ലാഹു എടുത്തു പറഞ്ഞു. തുടർന്ന് അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിച്ചവനാണ് എന്നതുകൊണ്ടാണ്. എങ്ങനെ? ഹനീഫൻ, ഋജുമനസ്കനായിക്കൊണ്ട്. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. അപ്പൊ ശിർക്ക് വരാതെ ഋജുവായ പാതയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി
അന്നം നൽകിയ, ആഹാരം നൽകിയ, ജീവൻ നൽകിയ, ജീവിത വിഭവങ്ങൾ നൽകിയ റബ്ബിന് സമ്പൂർണമായി സമർപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനമാകാൻ, ഒരു ഉമ്മത്താകാൻ സാധിക്കുക. രണ്ടാമത്തേത് അള്ളാഹു എടുത്തു പറയുന്നത് ശാകിറൻ ലിഅൻഉമിഹി, ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്യാമറയെ വെല്ലുന്ന കണ്ണാണ് നമുക്കുള്ളത്. ലക്ഷക്കണക്കിന് രൂപ നൽകിയാലും പകരം വെക്കാൻ സാധിക്കാത്ത കിഡ്നിയാണ് നമുക്കുള്ളത്. കോടിക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ടി വരുന്നതാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും. ഈ അവയവങ്ങൾ ഒരു തകരാറുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് ലഭിച്ചു. കുടുംബത്തിന് ആവശ്യമായ വരുമാനം നേടാനുള്ള ജോലി അള്ളാഹു നമുക്ക് നൽകി, ഇണയെ നൽകി, ജീവിത സുഖങ്ങൾ നൽകി. നന്ദി പറയാൻ, നന്ദി ചെയ്യാൻ, അൽഹംദുലില്ലാ പറയുന്ന ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 4000-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം സ്മരിക്കപ്പെടാനുള്ള കാരണം എന്താണ്? കാരണങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ റബ്ബ് പറഞ്ഞത് ശാകിറൻ ലിഅൻഉമി, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായിരുന്നു അദ്ദേഹം എന്നതാണ്. വിലപിടിച്ച കാറിന്റെ സീറ്റിലിരുന്ന് ചാവി കൊടുത്ത് സ്റ്റാർട്ടാക്കി പുറപ്പെടുന്ന സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് റബ്ബിനെ ഓർത്തു പറയാൻ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? ദാഹിച്ചു വലയുമ്പോ ഒരല്പം വെള്ളം ലഭിച്ചാൽ കുടിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ, അത് കുടിക്കുമ്പോ ബിസ്മില്ലാ പറയാൻ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഗുണം എടുത്തു പറഞ്ഞിടത്ത് അള്ളാഹു പ്രത്യേകം പറഞ്ഞതാണ് ശാകിറൻ ലിഅൻഉമി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, നേരായ മാർഗത്തിലേക്ക് നയിച്ചു. മൂന്നാമത്തെ കാര്യം, ജീവിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും ആളുകളുടെ പ്രത്യേകത ഇമ്മഅത്തുകളാകാൻ, കൂടികളായി മാറുക. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ജീവിക്കുന്ന മഹല്ലിലെ നടപടിക്രമം എങ്ങനെയാണോ അതിനനുസരിച്ച് പോവുക. തന്റെ കുടുംബത്തിലെ, ഭാര്യയുടെ കുടുംബത്തിലെ നടപടികൾ എങ്ങനെയാണോ അതിനനുസരിച്ച് പോവുക. ആരെയും വിമർശിക്കേണ്ടതില്ല, എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ സത്യത്തിനെതിരാണ് തന്റെ കുടുംബം എന്ന് കാണുമ്പോ, സത്യത്തിനെതിരാണ് തന്റെ നാട്ടുകാരെന്ന് കാണുമ്പോ, ഇത് പാടില്ലാത്തതാണ്, ഇതിനോട് എനിക്ക് യോജിച്ചു പോവുക സാധ്യമല്ല എന്ന് പറയാനുള്ള ത്രാണി, അതിനുള്ള തന്റെ ഇടം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാവരുടെയും സഹായം ആവശ്യമാകുന്ന ഒരു ഘട്ടമാണല്ലോ കൗമാരം എന്ന് പറയുന്നത്. ആ കൗമാരത്തിന്റെ അന്ത്യദിശയിലാണ്. ചരിത്രം പറയുന്നത് 16-17 വയസ്സുണ്ടാകുന്ന പ്രായത്തിലാണ്. ഉപ്പയുടെ മുഖത്ത് നോക്കി ആദർശം വെട്ടിത്തുറന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ബിംബങ്ങളെ നിർമ്മിച്ച് കച്ചവടം ചെയ്തിരുന്ന, ബഹുദൈവ വിശ്വാസത്തെ വ്യവസായവൽക്കരിച്ചിരുന്ന ഒരു പിതാവിന്റെ തണലിൽ വളർന്നു വന്നു. ആ ശിർക്കിന് വെള്ളവും വളവും നൽകിയ ഒരു സമൂഹത്തിൽ വളർന്നു വരേണ്ടി വന്നു. പക്ഷെ ആ സന്ദർഭത്തിലും യാ അബതി ഇന്നി യഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്വാനി വലിയ, എന്റെ പൊന്നുപ്പ എന്ന് സ്നേഹപൂർവ്വം ഉപ്പയുടെ മുഖത്ത് നോക്കി, ഉപ്പ അങ്ങ് പിശാചിന്റെ കൂട്ടുകാരനാകുന്നതും നരകാഗ്നി അങ്ങയെ ബാധിക്കുന്നതും ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഒരാദർശ ധീരനായ മകനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീടും പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോ ഇന്നീ ബരീഉം മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങളിൽ നിന്നും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞാൻ വിട്ടകന്നവനാണ്. ആ ആദർശത്തിന്റെ പ്രഖ്യാപനം നമുക്കും സാധിക്കണമെന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. അന്യമതങ്ങളെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അന്യമതങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുമ്പോഴും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുമ്പോഴും ആദർശത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആദർശത്തിന്റെ വിഷയത്തിൽ സമരസപ്പെടുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇന്നീ ബരീഉം മിൻകും എന്ന് പ്രഖ്യാപിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്കുള്ള മാതൃകയാണ്. തൗഹീദാണ് ഹജ്ജിന്റെ സന്ദേശം. തൗഹീദാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിത സന്ദേശം. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ നിരവധിയായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആരാണ് റബ്ബ് എന്ന് പറയുന്നത്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നവൻ.
അതുകൊണ്ട് സിദ്ധന്മാരുടെ പിറകെ, യോഗി വര്യന്മാരുടെ പിറകെ, പുണ്യാത്മാക്കളുടെ പിറകെ, ജാരങ്ങളുടെ പിറകെ പോകേണ്ടുന്ന ആവശ്യമില്ല. സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത്. ഇബ്രാഹിം ഈ മില്ലത്തിലാണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിശ്വാസികളെ പഠിപ്പിച്ച പാഠമാണ് സൂറത്തു ശുഅറാ 78 മുതൽ 83 വരെയുള്ള ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൃഷ്ടിച്ചവനായ റബ്ബാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ആഹാരവും പാനീയവും നൽകുന്നവൻ. വഇദാ മരിർതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ആ രോഗത്തെ സുഖപ്പെടുത്തുന്നവൻ ഏകനായ എന്റെ റബ്ബാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നതും പിന്നെ എന്നെ ജീവിപ്പിക്കുന്നതും ആ ഏകനായ എന്റെ റബ്ബാണ്. വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലീ ഖതീയതി യൗമദ്ദീൻ, വിധി ദിനത്തിന്റെ ആ ദിവസം എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ മടങ്ങുന്നത് ആ ഏകനായ റബ്ബിലേക്കാണ്. അതുകൊണ്ട് റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, നാഥാ നീ എനിക്ക് തത്വജ്ഞാനം നൽകണമേ, നീ എന്നെ സൽക്കർമ്മകാരികളിൽ ചേർക്കണമേ. അതുകൊണ്ട് രോഗം ആര് ശിഫ നൽകും, ദാരിദ്ര്യം ആര് നീക്കം ചെയ്യും, പ്രയാസങ്ങൾ ആരില്ലായ്മ ചെയ്യും? വിശ്വാസിക്കുത്തരമുണ്ട്, ഏകനായ റബ്ബ്. അതുകൊണ്ട് അവനിലേക്ക് മടങ്ങണം. ആ തൗഹീദിന് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവത്യാഗം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അല്ലാഹു അക്ബർ പറയുമ്പോ നമുക്ക് ഏറ്റവും വലുത് റബ്ബാകണം. ആ അല്ലാഹു അക്ബർ പറയുമ്പോ കച്ചവടം നമുക്ക് വലുതായിക്കൂടാ. നമ്മുടെ കച്ചവടം അല്ലാഹുവിൽ നിന്ന് നമ്മെ തടയുന്ന വിധത്തിലായിക്കൂടാ. കച്ചവടത്തിന് വേണ്ടി നമസ്കാരത്തെ മാറ്റിവെക്കുന്ന, കച്ചവടത്തിലെ ഇടപാടുകളിൽ ഹറാമ് ചെയ്യുന്നത് അല്ലാഹു അക്ബർ പറയുന്ന നമ്മിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ, കർമ്മത്തിന്റെ ഏത് മേഖലകളിലും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ ആദർശ രംഗത്ത് നമുക്ക് പിഴവ് സംഭവിച്ചു. ഇബ്രാഹിം ഈ മില്ലത്തിൽ നിന്ന് നമ്മൾ പുറത്തായി. വഇദ്ബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, പരീക്ഷണങ്ങൾ കൊണ്ട് ഇബ്രാഹിമിനെ നാം പരീക്ഷിച്ചു, അവയെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു എന്നതാണ് നമുക്കുള്ള പാഠമാണ്. എന്നും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, ലാഭങ്ങൾ മാത്രം കൊതിക്കുന്നവരാണ് നമ്മൾ, സുഖം മാത്രം ഇച്ഛിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ കയറ്റങ്ങളും ഇറക്കങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും, രോഗവും ആരോഗ്യവും ജീവിതത്തിൽ ഉണ്ടാകും, കടവും സുഭിക്ഷതയും ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിന്റെ ഈ രണ്ടവസ്ഥകളിലും ഇത് അള്ളാഹു നൽകിയതാണ് എന്നത് ഉൾക്കൊള്ളാൻ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ, എനിക്ക് രോഗം വന്നാൽ നാളെ ആരോഗ്യം തിരിച്ചു നൽകുന്നവൻ എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ, സാമ്പത്തിക ബാധ്യതകളിലൂടെ, കടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴും മൂസാ അലൈഹിസ്സലാമിന് മദിയനിലെ മരുഭൂമിയിൽ സുഭിക്ഷത നൽകിയ, ആകാശത്ത് നിന്ന് മന്നയും സൽവയും ഇറക്കിക്കൊടുത്ത എന്റെ റബ്ബനിക്കുണ്ട് എന്നത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം നൽകുന്ന പ്രധാനമായ മറ്റൊരു സന്ദേശം. സൂറത്ത് ഇബ്രാഹിമിലൂടെ അള്ളാഹു വീണ്ടും പറയുന്നു, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന, ജീവിക്കുന്ന നാട്, തീർച്ചയായും ആ നാടിലെ സുരക്ഷിതത്വം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിച്ചു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കരുണയില്ലാത്ത ആളുകളിൽ നീ അധികാരം ഏൽപ്പിക്കരുതേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു. ജീവിക്കുന്ന നാട്ടിൽ എന്നും തുടരേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. കാരണം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക, ആദർശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നാട്ടിലുണ്ടാവുക, അത് വളരെ പ്രധാനമാണ്. അള്ളാഹു നമ്മെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കാനുള്ള പ്രാർത്ഥനയുണ്ടാകണം. ഈ വിഷയം മൗലികമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രധാന പ്രാർത്ഥന, വഇദ് ഖാല ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഭാര്യയെയും കുഞ്ഞിനെയും മക്കയുടെ മണലാരണ്യത്തിൽ വിട്ടേച്ചു പോയപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയാണ്, ഈ നാടിനെ നീ സുരക്ഷിതത്വമുള്ളതാക്കണമേ. നാടിനെ സുരക്ഷിതത്വമുള്ളതാക്കാനുള്ള പ്രാർത്ഥന വിശ്വാസിയിൽ നിന്ന് എപ്പോഴും ഉണ്ടാകണമെന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നൽകുന്ന പാഠം. ആ പ്രാർത്ഥനയുടെ കൂടെ പറഞ്ഞ കാര്യം, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതികളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണമേ.
തന്നെ മാത്രം രക്ഷപ്പെടുത്തലല്ല, കുടുംബം ഇസ്ലാമികമാകണം എന്ന തീരുമാനം വിശ്വാസികളിൽ ഉണ്ടാകേണ്ടതാണ്. അതോടൊപ്പം ആ കുഞ്ഞിനെയും ഭാര്യയെയും ആൾപ്പാർപ്പില്ലാത്ത മക്കയിൽ വിട്ടേച്ചു പോകുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയിൽ പ്രധാനമായി നമ്മൾ കാണുന്ന മറ്റൊന്ന് തവക്കുലാണ്. എന്താണ് തവക്കുൽ? ഇന്ന് തവക്കുൽ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ചിഹ്നം മാത്രമാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബോർഡ്, ആ ബോർഡിൽ ഓം നമ ശിവായ എന്നാ കാണുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും അതൊരു മുസ്ലിമിന്റെ വീടാണ്. അവിടെ വാതിലിന്റെ മുന്നിലുള്ളൊരു ബോർഡ് തവക്കൽതു അലല്ലാഹ്, ശരി മുസൽമാന്റെ വീടാണ്. ഓടിക്കുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്ത് തൂക്കിയിട്ടിരിക്കുന്ന ബോർഡ് തവക്കൽതു അലല്ലാഹ്, ശരി മുസ്ലിമിന്റെ വാഹനമാണ്. തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി മാത്രമായി തവക്കൽതു അലല്ലാഹ് എന്ന വാക്ക് മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമുക്കൊരു രംഗം കാണാൻ സാധിക്കും. മക്ക വിജനമാണ്, മക്ക പച്ചപ്പില്ലാത്തതാണ്, ജലാംശമില്ലാത്തതാണ്. അവിടെ കുഞ്ഞിനെയും ഭാര്യയെയും വിട്ടേച്ചു പോകുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. നാഥ, ഒരു പച്ചപ്പുമില്ലാത്ത ഈ താഴ്വാരത്തിൽ നിന്റെ പരിശുദ്ധ ഗേഹത്തിന് സമീപം എന്റെ സന്തതിയെ ഞാനിതാ വിട്ടേച്ചു പോകുന്നു. എന്തിനു വേണ്ടി? റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, അവർ ആരാധന അനുഷ്ഠിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഫജ്അൽ അഫിദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം, ഇതിലൂടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ നീ ഇവരോട് അലിവുണ്ടാക്കണമേ, താല്പര്യം ഉണ്ടാക്കണമേ. അന്ന് മൂന്നാമത്തൊരു മനുഷ്യൻ മക്കയിലില്ല. പക്ഷെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മനുഷ്യരുടെ ഹൃദയത്തിൽ നീ ഇവരോട് താല്പര്യമുണ്ടാക്കണമേ എന്നാണ്. ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം പരിശുദ്ധ മക്കയിലേക്ക് ചായ്ഞ്ഞു നിൽക്കുന്നതാണ്. ആ ചരിത്രം അയവിറങ്ങുമ്പോ രോമാഞ്ചം കൊള്ളുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയാണ്. പിന്നെ നമ്മൾ എന്താ കാണുന്നത്? സംസം എന്ന നീരുറവ. ചരിത്രം നമുക്കറിയാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ കാലുകൊണ്ടതല്ല ചിറകുകൊണ്ടാണെന്നും റിവായത്തുകളിൽ കാണാം. കുഴിക്കുന്നു, വെള്ളം പൊട്ടി ഒഴുകുന്നു, അവിടെ നീരുറവയുണ്ടാകുന്നു. ഒരുമ്മയും മകനും മാത്രം, വിജനമായ മരുഭൂമി, ഏകാന്തമായ ജീവിതത്തിലും ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഹാജർ എന്ന സ്ത്രീ അറബികളുടെ മാതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചു. സഹോദരിമാരെ ശ്രദ്ധിക്കുക, അറബികളുടെ മാതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നത് അടിമവർഗത്തിൽ ജനിച്ചിരുന്ന ഒരു ദരിദ്രയായ സ്ത്രീയാണ്. എന്താ കാരണം? തറവാടിത്തമല്ല, സമ്പത്തല്ല, ഏകാന്തമായ മരുഭൂമിയിലെ ജീവിതത്തിലും റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചു. സ്വന്തം ഭർത്താവ് വിട്ടേച്ചു പോകുമ്പോ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് പോകുന്നത് എങ്കിൽ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഭർത്താവിലെ യാത്രയേക്കുന്ന ഒരു ഭാര്യയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതെ, ദാമ്പത്യ ജീവിതത്തിലെ തഖ്വയുടെ സൂക്ഷ്മത ബോധത്തിന്റെ മഹത്തായ ഉദാഹരണം. സമ്പത്തിന്റെ പിൻബലമില്ലാത്ത, തറവാടിത്തത്തിന്റെ പിൻബലമില്ലാത്ത ഹാജർ എന്ന വനിതയാണ് വിശ്വാസികളുടെ മാതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. പിന്നീട് കാണുന്നത് യമനിൽ നിന്ന് കടന്നു വന്ന ഒരു സംഘം ആളുകൾ ആ സ്ത്രീയെയും കുഞ്ഞിനെയും കണ്ട് അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, അനുമതി ചോദിക്കുന്നു, കുടിലുകൾ കെട്ടി ജീവിക്കുന്നു. അങ്ങനെയാണ് മക്ക ഒരു നാഗരികതയുടെ കേന്ദ്രമായി മാറുന്നത്. ഒരു സ്ത്രീയുടെ തഖ്വയാണ്, ഒരു ഭർത്താവിന്റെ സമർപ്പണമാണ് ഒരു നാഗരികതയുടെ അടിത്തറ പാകിയത് എന്നതാണ് മക്കയുടെ കഅബയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് തവക്കുൽ. ആ തവക്കുൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ, മക്കൾക്ക് രോഗം വരുമ്പോ, മാതാപിതാക്കൾക്ക് രോഗം വരുമ്പോ, കുടുംബത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോ, രോഗം വന്ന അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോ ഈ തവക്കുൽ ഒരു ബോർഡ് എഴുതി വെക്കുന്നതിന് പകരം ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ തലത്തിൽ ഈ തവക്കുൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വാർദ്ധക്യത്തിൽ ജനിച്ച സന്തതികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ മറ്റൊരു വാചകം, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. വാർദ്ധക്യത്തിൽ എനിക്ക് ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും നൽകിയ റബ്ബിന്റെ സ്തുതി. ഭൗതികമായ എല്ലാ വ്യവസ്ഥകളെയും അതിലംഘിക്കത്തക്ക വിധത്തിൽ ഇണയിലൂടെ സന്തതികളെ നൽകിയ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ഹംദിന്റെ വാക്ക് നമ്മുടെ മക്കളെ മുൻനിർത്തി ഇന്ന് നമുക്കത് പറയാൻ സാധിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, എനിക്ക് എന്റെ മക്കളെ നൽകിയത് റബ്ബേ നീയാണ്, അതുകൊണ്ട് അവരെ ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവരൽ എന്റെ ബാധ്യതയാണ്.
തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? മദ്രസയിൽ നമ്മൾ അവരെ ചേർത്തിട്ടുണ്ടോ? സിയാറിയിൽ നമ്മൾ അവരെ ചേർത്തിട്ടുണ്ടോ? ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മകനെ, ആര്? ഇസ്മായിൽ എന്ന മകൻ, ഉപ്പ എന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ കടന്നു കൊടുക്കുന്ന ഒരു മകൻ. എങ്ങനെയാ കടന്നത്? അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. വതല്ലഹു ലിൽ ജബീൻ, നെറ്റിത്തടം ചരിച്ചാ കടത്തിയത്. നേരെ കടത്തി മകന്റെ കണ്ണിലേക്ക് നോക്കി കഴുത്തിൽ കത്തി വെക്കാൻ ഏത് ഉപ്പക്കാ സാധിക്കുക? വതല്ലഹു ലിൽ ജബീൻ, നെറ്റിത്തടം ചരിച്ച് കടത്തിയിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കഴുത്തിൽ കത്തിവെക്കുന്നത്. ഇബ്രാഹിം, ലോകത്തിന്റെ രക്ഷാധികാരിയായ റബ്ബ് വിളിക്കുകയാണ്, പരീക്ഷണത്തിൽ വിജയിച്ച തന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഇസ്മാഈലുമാരായി മാറണമെങ്കിൽ നമ്മൾ ഇബ്രാഹിമുമാരായി മാറാനുള്ള പരിശ്രമം ഉണ്ടാകണം. സുബീക്ക് പള്ളിയിലേക്ക് വരുമ്പോ മക്കളെ വിളിച്ചു കൂടെ കൊണ്ടുവരാൻ നമ്മൾ നടത്തുന്ന ദഅ്വ പ്രവർത്തനങ്ങളിൽ, ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഇസ്മാഈലുമാരായി നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാവുക എന്നത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നത് ശ്രദ്ധിക്കുക. ഈ മഹത്തായ സുദിനം ചില ഓർമ്മകൾ നമുക്ക് നൽകേണ്ടതാണ്. പ്രധാനമായും ആദർശരംഗത്തെ കണിശതയോടൊപ്പം തന്നെ കുടുംബത്തെ ഉത്തമമാക്കി മാറ്റുക എന്നുള്ള ആദർശ പിതാവ്, ആദർശ ഭാര്യ, ആദർശപുത്രൻ, അതാണ് ഇബ്രാഹിം, അതാണ് ഹാജർ, അതാണ് ഇസ്മായിൽ. ഈ മാതൃക നമ്മുടെ കുടുംബത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അംഗീകാരം നൽകുന്നു അദ്ദേഹത്തിന്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു. എന്തൊക്കെ കൽപ്പിക്കുമായിരുന്നു? ബിസ്സലാത്തി വസ്സകാത്ത്, നമസ്കാരത്തിന്റെ കാര്യവും സകാത്തിന്റെ കാര്യവും തന്റെ കുടുംബത്തോട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ അദ്ദേഹം തൃപ്തിപ്പെട്ടവനായി തീർന്നു എന്നുള്ള നിലക്ക് ഉത്തമമായ കുടുംബം, അതോടൊപ്പം ഉത്തമമായൊരു സമുദായം, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, പ്രതിസന്ധികൾ അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്ന മാതൃകയായൊരു സമുദായം, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന. അള്ളാഹുവിന്റെ അടുക്കൽ മനുഷ്യന്റെ പദവി ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തും. റബ്ബിന്റെ അടുക്കൽ നമ്മുടെ പദവി ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് രണ്ട് മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന് ഈമാൻ, അത് റബ്ബിന്റെ അടുക്കൽ നമ്മുടെ പദവി ഉയർത്തും. രണ്ട്, ഉത്തുൽ ഇൽം, അറിവ് നൽകപ്പെട്ടവർ വിജ്ഞാനം നേടുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പദവി ഉയരും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ, അതിന്റെ ആത്യന്തികമായ ഇസ്ലാമിക് എഡ്യൂക്കേഷന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് തഅലീം, രണ്ട് തദ്രീബ്, അഥവാ അറിവ് പകർന്നു കൊടുക്കുക. അറിവ് പകർന്നു കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരു സമൂഹം നന്നാകില്ല. തദ്രീബ്, അതനുസരിച്ചുള്ള സംസ്കരണം, എക്കൾച്ചറേഷൻ, സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കണം. ആധുനിക സമൂഹം പിഴച്ചുപോയത് അവിടെയാണ്. അറിവ് നേടുന്നതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലേതിനേക്കാൾ പുതിയ തലമുറയ്ക്ക് താല്പര്യം വിദേശത്തെ പഠനമാണ്. അൽഹംദുലില്ലാ, നല്ലത് തന്നെ. പക്ഷേ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നു. LGBT ക്യാമ്പസുകളിൽ വേരുറപ്പിക്കാൻ സാധിക്കുന്നു. അറിവിലൂടെ ലഭിക്കേണ്ടുന്ന കൾച്ചർ, സംസ്കാരം സമൂഹത്തിൽ നിന്ന് ഓരോ ദിനവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് ഒരു ഉത്തമ സമുദായം എന്നുള്ള നിലക്ക് നമ്മുടെ ദീനി പ്രവർത്തനത്തിന്റെ, ഉത്ബോധന പ്രവർത്തനങ്ങളുടെ, ദഅ്വ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം നിലനിൽക്കുന്നത്. മൂന്ന്, ഈ പെരുന്നാൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബം ഇസ്ലാമിൽ ഏറെ മഹത്വമുള്ളതാണ്. അർ-റഹ്മ മുഅല്ലഖത്തുൻ ബിൽ അർശ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുടുംബ ബന്ധം റഹ്മാനായ റബ്ബിന്റെ അർശുമായി ബന്ധിതമാണ്. അതുകൊണ്ട് വമൻ വസലഹ വസലഹുല്ലാഹ് വമൻ ഖതഅഹ ഖതഅഹുല്ലാഹ്. കുടുംബ ബന്ധം ചേർത്തവൻ അല്ലാഹുവിനോടുള്ള ബന്ധം ചേർത്തു, കുടുംബ ബന്ധം മുറിച്ചവൻ അല്ലാഹുവിനോടുള്ള ബന്ധം മുറിച്ചു. നിസ്സാര കാരണത്തിന്റെ പേരിൽ പരിശുദ്ധമായി ബന്ധത്തെ പലപ്പോഴും നമ്മൾ മുറിച്ചിട്ടുണ്ടാകും. അവന്റെ കല്യാണത്തിന്, തങ്ങളുടെ കല്യാണത്തിന്, മരുമക്കളുടെ കല്യാണത്തിന് അമ്മാവനായ എന്നെ നിശ്ചയത്തിന് വിളിച്ചില്ല, നിക്കാഹിന് വിളിച്ചില്ല. ചൊടിക്കുന്നു നമ്മൾ, പിണങ്ങുന്നു നമ്മൾ, ബന്ധത്തെ മുറിക്കുന്നു നമ്മൾ. ഉപ്പയുടെ സ്വത്ത് വീതിച്ചപ്പോ ഒരു തെങ്ങപ്പുറമായി പോയി, ഒരു മാവിപ്പുറമായി പോയി, ഒരു തുണ്ട് ഭൂമിയുടെ പേരിൽ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഈ ബന്ധം മുറിക്കുന്നു നമ്മൾ. അങ്ങനെ പരിശുദ്ധമായ ബന്ധമൊക്കെ മുറിച്ച് കച്ചവട രംഗത്തും അതുപോലെ തന്നെ 10-20 കൊല്ലം ഒന്നിച്ച് പങ്കാളികളായി ബിസിനസ് ചെയ്തവർ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ സംസാരിച്ച് തെറ്റിപ്പണങ്ങിപ്പോകുന്നു. എന്നിട്ട് നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ട്,
പൊറുക്കൂല ഞാൻ, മറക്കൂല ഞാൻ, ആ വിധത്തിലാണ് എന്നോട് ചെയ്തത്. അതേ നമ്മൾ പള്ളിയിൽ വന്നിരുന്ന് കൈയുയർത്തി റബ്ബിനോട് പറയുന്നു, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബിനോട് പറയുന്നു, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ പൊറുക്കണമേ, അല്ലാഹുവേ മറക്കണമേ. സ്വന്തം പെങ്ങളോട് പൊറുക്കാത്ത നമ്മൾ, സ്വന്തം അളിയനോട് പൊറുക്കാത്ത നമ്മൾ, സ്വന്തം അമ്മോശനോട് പൊറുക്കാത്ത നമ്മൾ, സ്വന്തം സുഹൃത്തിനോട് പൊറുക്കാത്ത നമ്മൾ റബ്ബിനോട് പൊറുക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഏതാണ് ആയത്തിന്റെ സബബുൻ നുസൂല്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അരുമയായ മകൾ ആയിഷ ബീവിക്കെതിരെ അപവാദ പ്രചരണം നടന്നു. ആ അപവാദ പ്രചരണത്തിൽ തന്റെ കുടുംബക്കാരനായ മിസ്തഹ് എന്ന മനുഷ്യൻ പങ്കാളിയായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വിവരം അറിഞ്ഞു. താൻ ചെലവിന് കൊടുക്കുന്ന, താൻ സഹായിക്കുന്ന തന്റെ കുടുംബക്കാരൻ മിസ്തഹ് തന്റെ മകൾ ആയിഷക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചതിൽ പങ്കാളിയായി എന്നറിഞ്ഞപ്പോ, മേലിൽ ഞാൻ അവന് സഹായം കൊടുക്കില്ല എന്ന് സത്യം ചെയ്തപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. സഹോദരങ്ങളെ, വിഷയം ഗൗരവതരമാണ്. ഇന്നിന്റെ ദിനം മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മരിച്ച ശേഷം മയ്യത്തിന്റെ പിറകിൽ നിന്നിട്ട് അല്ലാഹുമ്മഗ്ഫിർ ലഹു എന്ന് പറയുന്നതിനേക്കാൾ ഉത്തമമല്ലേ സഹോദരങ്ങളെ കയറി ചെന്ന് സലാം പറയുന്നത്? മിണ്ടാതെ തിരിഞ്ഞു നടന്ന ആളുകൾ മുഖം കൊടുത്ത് കൈപിടിച്ച് മാപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്തിനാണ്? നമ്മൾ ഈ ഈഗോവിൽ ജീവിക്കുന്നത്, ഈ ജാടകളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പെരുന്നാൾ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കോർത്തിണക്കാനുള്ളതാകണം. പടച്ചവനോട് പൊറുക്കണമേ എന്ന് പറയാൻ നമുക്ക് അർഹതയുണ്ടാകണമെങ്കിൽ കൂടെയുള്ളവരോട്, സഹജീവികളോട് പൊറുക്കാനുള്ള സന്നദ്ധ നമുക്കുണ്ടാകണം. അതേപോലെ ഈ ദിനത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണല്ലോ നമുക്കറിയാം, ഈ ദിനത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അക്ബർ തക്ബീർ. അതിന് ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകണം. ദുരാഗ്രഹങ്ങളെ ബലിക്കല്ലിലിട്ട് അറുക്കാൻ അല്ലാഹു അക്ബർ നമുക്ക് സാധിക്കണം. മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ചീത്തയായ ആഗ്രഹങ്ങളെ അതിനെ അറുക്കുക എന്നതാണ് പെരുന്നാളിന്റെ പ്രധാനമായ സന്ദേശം. തിന്മകളോട് വിടചൊല്ലാൻ നമുക്ക് സാധിക്കണം. ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തിന്റെ കരുത്ത് നേടാൻ നമുക്ക് സാധിക്കണം. തീയിലേക്ക് എറിയപ്പെട്ടപ്പോ ആ ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്, എന്താണ് ഇബ്രാഹിം താങ്കൾക്ക് വേണ്ടത്? എന്റെ റബ്ബ് നിയോഗിച്ചതാണ് എന്നെ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. എന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ എന്റെ റബ്ബാണ്. ആ ഹസ്ബി അല്ലാഹ് ഈ പെരുന്നാൾ ദിനത്തിൽ മാത്രമല്ല, മരണം വരെ നമുക്ക് ശക്തി നൽകുന്ന ആശയമാകണം. ഉരുവിനെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ആ മൃഗത്തിന് വേണ്ടി നാം ചിലവഴിച്ച പണം വിയർപ്പിന്റെ ഗന്ധമുള്ള പണമാണ്. തൽക്കാലം കയ്യിലില്ലെങ്കിൽ ചിലപ്പോ കടം വാങ്ങിയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ സാധിക്കുള്ളൂ. ആ ബലി നൽകുന്ന സന്ദേശങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫലമ്മ അസ്ലമ എന്നാണ് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ചരിച്ചു കടത്തിയ സംഭവം പറഞ്ഞിടത്ത് അല്ലാഹു ഉപയോഗിച്ച വാക്ക്. അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ, നമ്മുടെ ഉരുവിനെ ചരിച്ചു കടത്തി കഴുത്തിൽ കത്തിവെക്കുമ്പോ നമ്മൾ മുസ്ലിം ആവുകയാണ്, കീഴ്പ്പെടുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മകനെയാണ് നൽകിയതെങ്കിൽ ഞാൻ എന്റെ അധ്വാനത്തിന്റെ ഭാഗമായ പണം കൊണ്ട് വാങ്ങിയ ഈ ഉരുവിനെ നിനക്ക് നൽകി ഞാനിതാ റബ്ബെ കീഴ്പ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി ആ ബലി? അതിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. മൃഗങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് നൽകിയവേ റബ്ബിന്റെ നാമം കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കാൻ. അല്ലാഹുവിന്റെ നാമം ചൊല്ലി അതിനെ അറുക്കുക. റബ്ബിന്റെ നാമത്തിലാകുന്നു എന്റെ എല്ലാ ബലിയും. ഫസല്ലി ലിറബ്ബിക വൻഹർ. വിശുദ്ധ ഖുർആനിലെ കൊച്ചു അധ്യായത്തിലെ കൊച്ചു വചനമാണ്. നീ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം, റബ്ബിന് വേണ്ടി ബലി അർപ്പിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നാസിറുസ് സഅദി അദ്ദേഹം വിശദീകരിക്കുന്നു. ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞു, നമസ്കാരവും ബലിയും. ലിഅന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദാത്ത് വ അജല്ലിൽ ഖുർബാത്ത്. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠവും റബ്ബിനോട് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരവുമാണ് ബലിയും നമസ്കാരവും. അത് ചേർത്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ബലിയുടെ ആത്മാവ്? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളിൽ നിന്നുള്ള ആ ബലിമൃഗത്തിന്റെ രക്തവും മാംസവും റബ്ബിലേക്ക് എത്തില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ ഷിയാറുകളിൽ പെട്ടതാണ്
ബലിമൃഗം. ആ ഷിയാറുകൾ ആര് ആദരിക്കുന്നുവോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണ്. ബലിമൃഗം അള്ളാഹുവിന്റെ ഷിയാറിൽപ്പെട്ടതാണ്. ഈ ദിനങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക, പരസ്പരം സന്ദർശിക്കുക. റസൂൽ നിർദ്ദേശിച്ചു ഇങ്ങോട്ട് വന്നതും തിരിച്ചു പോകുന്നതുമായ വഴികൾ വ്യത്യാസപ്പെടുത്താൻ, കൂടുതൽ ആളുകളെ കാണാൻ, സന്ദർശിക്കാൻ, സലാം പറയാൻ, അശ്ലേഷങ്ങളും ആലിംഗനങ്ങളും ഹൃദയവികാരങ്ങളുടെ കൈമാറ്റങ്ങളും നടത്താൻ. അതോടൊപ്പം റസൂലിൻ്റെ ഒരു സുന്നത്ത് കൂടിയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെരുന്നാൾ ദിവസം ഖുതുബ കഴിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ച് തൻ്റെ തട്ടം ഒരറ്റം റസൂലും മറ്റേ അറ്റം ബിലാൽ റളിയല്ലാഹു അൻഹു പിടിച്ച് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകുമായിരുന്നു എന്നാണ്. അവർക്ക് പ്രത്യേക ഉപദേശം നൽകും. അവർ ആഭരണങ്ങളും മറ്റും അതിലിട്ടിരുന്നു എന്നാണ്. കണ്ട സ്വഹാബികളിൽ ചിലർ ചോദിച്ചു, പെരുന്നാളിൻ്റെ ദിവസവും സക്കാത്തോ? ഹദീസിൽ കാണാം, അതിന് മറുപടി പറയപ്പെട്ടു, സക്കാത്ത് അല്ല, സദഖയാണ്. പെരുന്നാൾ ദിവസം സദഖ സുന്നത്തിൽപ്പെട്ടതാണ്. റസൂലുള്ള സ്ഥിരമായി അനുഷ്ഠിച്ചു തന്ന മാതൃകയായി കാണിച്ച കാര്യമാണ്. ഇവിടെ ആ സുന്നത്ത് നമ്മൾ നടപ്പാക്കുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ സുന്നത്ത് സദഖ നൽകുക എന്ന ചര്യ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ബഹുമാന്യനായ നമ്മുടെ ഒരു സഹോദരൻ ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബാംഗ്ലൂരിൽ വെച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സഹോദരിയുടെ സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായി കഴിയുന്ന ഈ പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങൾ അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. പലസ്തീനിൻ്റെ മണ്ണിൽ ഈ പെരുന്നാളിൻ്റെ ദിവസത്തിലും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സാധ്യമാകാത്ത വിധത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പിഞ്ചുമക്കളും നമ്മുടെ സഹോദരങ്ങളും, റഹ്മാനായ നാഥ, അവരുടെ ദുരിതങ്ങൾ നീ അകറ്റിക്കൊടുക്കണമേ റഹ്മാനെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ ഒരു ബഹുമാന്യ സഹോദരനെ ഇവിടെ ആദരിക്കുന്നുണ്ട്. തൻ്റെ അയൽവാസിയായ ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ട വൈദ്യുതാഘാതമേറ്റ സമയത്ത് രക്ഷപ്പെടുത്താൻ ത്യാഗപൂർവമായ പരിശ്രമം നടത്തിയ ആഷിഖ് കൂമുള്ളി എന്ന സഹോദരനെ ഈ ഖുതുബയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ച് ഒരു ചെറിയ ആദരവ് നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഈ ദിനം, സന്തോഷത്തിൻ്റെ ഈ ദിനം നാം തക്ബീർ വർദ്ധിപ്പിക്കുക. റസൂലും സഹാബത്തും നടന്നു പോകുമ്പോൾ, അങ്ങാടിയിലൂടെ പോകുമ്പോൾ എല്ലാം ഈ ദിനത്തിലും വരുന്ന അയ്യാമു തശ്രീക്കിന്റെ ദിനങ്ങളിലും തക്ബീർ വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്. ഈ തക്ബീർ എന്തിനുള്ളതാണ്? തക്ബീർ ചൊല്ലുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. സൂറത്തു ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്, എന്തിനാ നിങ്ങൾ ഈ തക്ബീർ ചൊല്ലുന്നത്? അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനാണ്. യുക്തിവാദികളിൽ പെട്ടുപോകാതെ, അവിശ്വാസിയിൽ പെട്ടുപോകാതെ, ബഹുദൈവ വിശ്വാസിയിൽ പെട്ടുപോകാതെ, താന്തോന്നികളിൽ പെട്ടുപോകാതെ, റബ്ബിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകിയ, തൗഹീദിന്റെ മാധുര്യം നുകരാൻ എനിക്ക് സൗഭാഗ്യം നൽകിയ എന്റെ റബ്ബിനെ, ആ റബ്ബിനെ അല്ലാതെ ഞാൻ ആരെയാണ് വാഴ്ത്തുക? അത് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനാണ് നിങ്ങൾ റബ്ബിന് തക്ബീർ ചൊല്ലേണ്ടത്. ആ തക്ബീർ അർത്ഥമറിഞ്ഞ് നമ്മൾ ചൊല്ലുക. സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കുക, പരസ്പരം പൊറുക്കുക, മറക്കുക, സ്നേഹം പങ്കിടുക, നന്മയുടെ വിഷയത്തിൽ മത്സര്യ ബുദ്ധിയോടുകൂടി മുന്നോട്ട് വരിക, നന്മ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളായി തീരുക, കുടുംബത്തെ ഇസ്ലാമികമാക്കി മാറ്റുക, ആദർശത്തോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. റഹ്മാനായ നാഥൻ അതിനെല്ലാമുള്ള ഈമാനും ആഫിയത്തും തൗഫീഖും ഹിദായത്തും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين اللهم اجعل القرآن ربيع قلوبنا يا رب العالمين اللهم اجعل القرآن ربيع قلوبنا يا رب العالمين اللهم اجعل القرآن ربيع قلوبنا يا رب العالمين اللهم انصر إخواننا في فلسطين اللهم اشف مرضاهم وتقبل شهداءهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة
وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.